ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് വലിയ കാര്യമായിട്ടുള്ള കണ്ടന്റ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വെറുതെ ഇടുന്ന ഒരു വീഡിയോ മാത്രമാണ്. അത് മാത്രമല്ല, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു പുൽക്കൂട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതില്ല. ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. സാധാരണ നമ്മൾ മുള പോലെയൊക്കെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് പുൽക്കൂടിൻ്റെ ഫ്രെയിം വർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മുളക് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പച്ചമുളകൊക്കെ വെട്ടിയെടുത്തിട്ട് പുൽക്കൂടിൻ്റെ ഫ്രെയിമൊക്കെ ചെയ്ത് വെക്കും. ചെയ്ത് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ മുള ഉണങ്ങാൻ തുടങ്ങും. അപ്പോൾ മുള ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇത് ചുരുങ്ങിയിട്ട് ഇതിൻ്റെ ജോയിൻറ്റുകളെല്ലാം അതുപോലെ അഴിഞ്ഞിങ്ങി പോരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പുൽക്കൂടിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോയിട്ട് വേറെ ഏതെങ്കിലും ഷേപ്പിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്നുള്ള അറിയില്ല. അപ്പോൾ നല്ല മുളയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും. എന്തായാലും അതിനുശേഷം ഞാൻ ഈ മുളയുടെ പരിപാടി നിർത്തിയിട്ട് നമ്മൾ കമ്പി കൊണ്ട് ഫ്രെയിം വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നമ്മൾ മുളയും ബാക്കി കാർഡ്ബോർഡ് പോലെയൊക്കെയുള്ള വസ്തുക്കൾ വെച്ച് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കഴിഞ്ഞ വർഷം കമ്പിയൊക്കെ കൊണ്ട് ഫ്രെയിം ഉണ്ടാക്കി ചെയ്ത പുൽക്കൂടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ വേറൊരു ഡിസൈനിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ഡിസൈൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പുൽക്കൂടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ്. ഇതിൻ്റെ ടോപ്പിലും അതുപോലെ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ ഒരു ആർച്ചിലും നമ്മുടെ LED നാട വരുന്നുണ്ട്. അല്ലാതെ വേറെ ഇതിനകത്ത് പ്രത്യേകതകളൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു ഫ്രെയിം ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 6mm പ്ലെയിൻ കമ്പിയാണ്. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും ഇത്രയും കമ്പികൾ വെക്കേണ്ട ആവശ്യമുള്ളൂ. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ 2 എക്സ്ട്രാ കമ്പി കൂടെ പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മുള വെച്ച് കെട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പുൽക്കൂടിൻ്റെ ഫ്രണ്ട് ഭാഗം മൊത്തം നമുക്കിതുപോലെ മുള വെച്ച് കവർ ചെയ്തെടുക്കണം. മുള കെട്ടിവെക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നൂൽക്കമ്പി എന്നറിയപ്പെടുന്ന കനം കുറഞ്ഞ ടൈപ്പിലുള്ള വയറാണ്. നമ്മൾ കമ്പി കൊണ്ട് നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിലും ഈ മുള ചുരുങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതിന് ചെറുതായിട്ട് ലൂസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫെവിക്വിക്കും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു ഫോറസ്റ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ടോപ്പ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫോറസ്റ്റ് ഷീറ്റിന് പകരം നമ്മൾ കാർഡ്ബോർഡ് ഉപയോഗിച്ചാലും മതിയാവും. ഇതിൻ്റെ പുറത്തായിട്ട് നമ്മൾ വൈക്കോൽ പോലെയുള്ള എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് പിന്നീട് കവർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വൈക്കോലിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ കൂടെ ഈ വെള്ള ഷീറ്റ് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഏകദേശം വൈക്കോലിൻ്റെ കളറിലുള്ള ഒരു പെയിൻറ്റ് നമ്മൾ ഈ ഷീറ്റിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. വൈക്കോലിൻ്റെ കളറാണ് നമ്മൾ അടിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്ത് തന്നപ്പോഴത്തേക്കും
നോക്കുമ്പോഴത്തേക്ക് വേറെ എന്തോ ഒരു കളറായിട്ടുണ്ട്. വേറെ പെയിന്റ് ഇല്ലാത്തതുകൊണ്ടും ഉണ്ടാകുന്ന പെയിന്റ് മൊത്തം ഇതുപോലെ മിക്സ് ചെയ്ത് കുളമാക്കിയത് കൊണ്ടും നമ്മൾ അത് തന്നെ ഇതിൽ അടിച്ചു വെക്കുന്നുണ്ട്. വൈക്കോലൊക്കെ വെച്ച് കവർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ശരിയാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വീഡിയോ ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം നമ്മളിത് വെൽഡ് ചെയ്താണ് ചെയ്യുന്നത്. എന്നിരുന്നാലും നമ്മളിതുപോലെ ഒരു ഫ്രെയിം ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ എളുപ്പത്തിൽ ഒരു പുൽക്കൂട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് കവർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്കൊരു 2-3 കൊല്ലത്തേക്ക് ഈ ഒരു ഫ്രെയിം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്ത് വേറൊരു ഡിസൈനിൽ ചെയ്താൽ മതിയാവും. അപ്പോൾ പറ്റാവുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.